കൂൺ എങ്ങനെയുണ്ട് ശ്രീ? സൂപ്പർ ഗൈസ്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണെങ്കിലും എൻ്റെ റെസിപ്പിയല്ല, ദൃശ്യയുടെ റെസിപ്പിയാണ്. ദൃശ്യയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അത് നിങ്ങൾക്ക് ഇതിൽ വരുന്ന ട്വിസ്റ്റുകൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യമേ ഇത് സവാളയൊക്കെ അരിഞ്ഞിട്ട് അതിലിട്ട് വഴറ്റിയിട്ടുണ്ട്. പിന്നെ ദൃശ്യൻ്റെ കൂണൊക്കെ നേരേക്ക് അവളെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പിട്ടു. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവസാനം വരെ കാണണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഫസ്റ്റ് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടാൻ മറന്നു. അത് നമ്മൾ പകുതിയിലാണ് ഇട്ടത്. തക്കാളിയും കരുവേപ്പിൻ്റെ ഇട്ടിട്ടാട്ടോ. ബട്ട് അതൊന്നും സീനില്ല. അതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ സെറ്റാക്കി വെക്കണം. നെക്സ്റ്റ് നമ്മൾ ഉപ്പുണ്ടോ എരിവുണ്ടോ നോക്കുന്ന സെറമണിയാണ്. ട്രീസ്റൂ അല്ല ശ്രീ ട്രീസ്റൂ ഉപ്പില്ല അങ്ങനെ ഈ ഫസ്റ്റ് ടേസ്റ്റിംഗ് സെറമണിയിൽ ഞാൻ വിചാരിച്ചു അട്ടർ ഫ്ലോപ്പായിരുന്നു. പിന്നെ ഉപ്പൊക്കെ ഇട്ടപ്പോൾ സെറ്റായിട്ടോ. പിന്നെ നമ്മൾ മഷ്റൂം ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഒരു വട്ടം കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് അടച്ച് വെച്ച് വേവിച്ചു. ദൃശ്യം പറഞ്ഞത് വെള്ളം ഒഴിക്കണ്ടായിരുന്നു, വെള്ളം ഇറങ്ങുന്നതാണ്. അതൊരു സത്യമായിരുന്നു. പിന്നെ അത് വെന്തിട്ട് നമ്മളിത് ചോറിൻ്റെ കൂടെ കൂട്ടി നോക്കി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ, നല്ല റെസിപ്പിയാണ്.